സംസ്ഥാന സർക്കാർ കായിക വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് മെസ്സി വരും കെട്ട. ആരുണ്ടടാ ആഴക്കാട്ടുകാരോട് വിരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. നമ്മളെല്ലാ പെർമിഷൻസ് കിട്ടിയെന്ന് അറിയിക്കുകയും നിങ്ങൾ പൈസ അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൈസ അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് നമുക്കൊരു മറുപടി തന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര വെടിയാണ്. നീ കുറെ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ആ രേഖ. നിങ്ങളുടെ ഒക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും. എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. 20 മിനിറ്റ് സമയം കേരളത്തിലെ 3 കോടി ജനങ്ങൾക്കുമൊപ്പം വീട് വീടാന്തരം കയറി അദ്ദേഹം ഇടപെടും. ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ. കറക്റ്റ് കമ്പനിയാണെന്നോ അല്ലതല്ല, കറക്റ്റ് കമ്പനിയാണെങ്കിൽ ഫിഫ കറക്റ്റ് കമ്പനി ആയിരിക്കും. ഫിഫയുടെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അങ്ങനെ മെസ്സി വരികയാണ്. കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി എന്ത് ചെയ്യും മുതലാളി? അർജന്റീന ടീം വേണ്ട തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. കാക്കാം കീക്കാം മല്ലയ്യ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. സിമ്പിൾ. മോഹൻലാൽ വരുമോ ഇല്ലയോ? മോഹൻലാൽ വന്നില്ലല്ലോ. വരില്ലേ? വരും. എന്തും ചെയ്യും മല്ലയ്യ, അല്ല എന്തും ചെയ്യും ഈ സ്പോൺസർ. ഇനി കൈപ്പഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. ഈ ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയം കൊച്ചി സ്റ്റേഡിയം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഈ ഫുട്ബോൾ സംവിധാനത്തിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. ഇപ്പോൾ